السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇഖ്ലാസോടുകൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടുന്ന വളരെ മഹത്തരമായ ഒരു കർമ്മമാണ് അല്ലാഹുവിനെ സ്മരിക്കുക എന്നുള്ളത്. അത് വിശ്വാസിയുടെ ഏറ്റവും നല്ലൊരു ഗുണമായിട്ടാണ് പരിശുദ്ധ ഖുർആനും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്നത്. ആ ദിക്റുകൾ അല്ലെങ്കിൽ അദ്കാറുകൾ നമ്മൾ ചൊല്ലുമ്പോൾ അതിൻ്റെ ആശയ തലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ദിക്റിന്റെ മഹത്വങ്ങളും നേട്ടങ്ങളും നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുക. അതുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിനൊരുപാട് ആദാബുകൾ പഠിപ്പിച്ചു. ഒന്നാമതായി നമ്മൾ അല്ലാഹുവിനെ ഓർക്കുമ്പോൾ അത് ഇഖ്ലാസോടുകൂടി ആയിരിക്കണം എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് എപ്പോഴും അല്ലാഹുവിനെ ഓർക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. രണ്ടാമത്തെ ഒരു മര്യാദ എന്ന് പറഞ്ഞാൽ മനസ്സാന്നിധ്യത്തോടെയും ആശയം ഗ്രഹിച്ചുകൊണ്ടും സാവകാശത്തിലും ആയിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമസ്കാരം കഴിഞ്ഞ് നമ്മൾ അദ്കാറുകൾ ചൊല്ലുമ്പോൾ ഞാൻ ഈ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് അറിഞ്ഞും മനസ്സിലാക്കിയും കൃത്യമായി കൊണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭക്തി അത് വേറെ തന്നെയാണ്. മഹാനായ ഇമാം നഹ്വി റഹിമഹുല്ലാഹ് പറയുകയാണ്, അൽ മുറാദു മിനൽ ദിക്രി ഹുദൂറുൽ ഖൽബ്. ദിക്ർ കൊണ്ടുള്ള പ്രധാന ഉദ്ദേശം ഹൃദയ സാന്നിധ്യമാണ്. അപ്പൊ ദിക്ർ ചൊല്ലുന്ന ആൾക്ക് ആ ഒരു ബോധം ഉണ്ടായിരിക്കണമെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പാലിച്ചുകൊണ്ട് ചെല്ലാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഒരുപാട് പ്രാർത്ഥനകൾ, ദിക്റുകൾ ഇന്ന് കച്ചവടമായി കൊണ്ടു നടക്കുന്ന ഒരവസ്ഥയാണ്. ജോലി കിട്ടാൻ ഇന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾ നേടാൻ ഇന്ന പ്രാർത്ഥന. അപ്പൊ എന്താണോ എന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്ന് അറിഞ്ഞും മനസ്സിലാക്കിയിട്ടും വേണം നമ്മൾ ആ കർമ്മം നമ്മൾ നിർവഹിക്കുവാൻ. അതുപോലെ തന്നെ കൈവിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുക. ഇന്ന് ആധുനിക ലോകത്ത് ഒരുപാട് രീതികളും അതുപോലെ തന്നെ അതിനു പറ്റിയ പല യന്ത്രങ്ങളുമൊക്കെ വിപണിയിൽ നമുക്ക് കാണാമെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദിക്റുകൾക്ക് എണ്ണം പിടിച്ചത് കൈവിരലുകൾ കൊണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വഹാബത്തിനോട് നിർദ്ദേശിച്ചതും ആ രൂപത്തിലാണ് എന്നുമാണ്. അതിന്റെ കാരണവും അതുകൊണ്ടുള്ള നേട്ടവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, عليكن بالتسبيح والتحليل والتقديس وعقدنا بالأنامل فإنهن مسؤولات مستنطقات ولا تغفلن فتنسين الرحمة. നിങ്ങൾ കൈവിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുക. നിശ്ചയം അവ ചോദിക്കപ്പെടുന്നതും സംസാരിക്കുന്നതുമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ അല്ലാഹുവിനെ സ്മരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു വിഷയം എന്നുള്ളത് ശുദ്ധിയോടുകൂടിയാകുവാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നി കരീതു അൻ അദ്കുറല്ലാഹ അസ്സ വജല്ല ഇല്ലാ അലാ തുഹൂർ. ശുദ്ധിയോടുകൂടിയല്ലാതെ
അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിനെ ഞാൻ വെറുക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ശബ്ദം താഴ്ത്തുക. നിസ്കാരം കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ കാണാം ഉറക്കെ, മറ്റുള്ളവർക്ക് നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ല. ഇപ്പൊ ചില ആളുകൾ പിന്നെ റുക്കൂയിൽ ചെല്ലുന്നതും അതുപോലെ തന്നെ ഇഅ്തിദാൽ നിർവഹിക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ അത് വേറൊരു വിഷയമാണ്, ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പോൾ പിന്നെ ശബ്ദം താഴ്ത്തി വളരെ ഭവ്യതയോടുകൂടി ഭക്തിയോടുകൂടി വിനയത്തോടു കൂടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അദ്കാറുകളെ നമ്മൾ നിർവഹിക്കേണ്ടത്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്, നിങ്ങൾ ദിക്ർ ചൊല്ലുമ്പോൾ ഒച്ചയിട്ട് വിളിക്കുന്നത് പോലെ ആകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈ മര്യാദകളെല്ലാം നമ്മൾ ദിക്റുകൾ നിർവഹിക്കുമ്പോൾ നമ്മൾ ചൊല്ലുക. അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏത് മേഖലയാണെങ്കിലും അതങ്ങനെ ചെയ്യുമ്പോഴേ നമുക്കതിൻ്റെ പൂർണ്ണത ലഭിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അദ്കാറുകളെ നിർവഹിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.